ഹലോ, വെൽക്കം ടു എൻആർസ് ക്ലാസ്സസ്. അപ്പൊ നമ്മളിപ്പോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കാണുന്നത്, ക്ലാസ് 12 കെമിസ്ട്രി. അപ്പൊ നമ്മൾ അതിലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതിലെ ലാസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് നമ്മൾ നോക്കുന്നത്, ദാറ്റ് ഈസ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോ ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് പറഞ്ഞിരിക്കുമ്പോഴായിട്ട് നമുക്ക് എന്താണ് ഓസ്മോസിസ് എന്ന് നോക്കാം. അപ്പൊ എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മൂവ്മെന്റ് ഓഫ് solvent molecule from a region of higher concentration to a region of lower concentration through a semi-permeable membrane. അതിനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു സോൾവെന്റ് മോളിക്യൂള് ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് പോകുന്നു ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്യൂർ സോൾവെന്റ് എടുത്തിട്ടുണ്ട്, ഇത് സൊല്യൂഷൻ ആണ്. അപ്പൊ പ്യൂർ സോൾവെന്റിലായിരിക്കും നമ്മുടെ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ദാൻ എവിടെ സൊല്യൂഷനിൽ കോൺസെൻട്രേഷൻ കുറവാണ് കമ്പയർഡ് ടു പ്യൂർ സോൾവെന്റ്. അപ്പൊ നമ്മുടെ സോൾവെന്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും പോവുക? പ്യൂർ സോൾവെന്റ്, അത് ഇവിടെയാണ് സോൾവെന്റിന്റെ ഹയർ കോൺസെൻട്രേഷൻ. അപ്പൊ ഈ ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്നും അത് എങ്ങോട്ട് പോകുന്നു? ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് പോകുന്നു ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഇവിടെ ഒരു വാൾ ഉണ്ട് ഇതിന്റെ മിഡിലായിട്ട്. അപ്പൊ ഈ സെമി പെർമിയബിൾ മെമ്പറൈന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ പാർട്ടിക്കിൾസിനെയും അലൗ ചെയ്യില്ല. ഇവിടെ ഈ സെമി പെർമിയബിൾ മെമ്പറൈൻ സോൾവെന്റ് പാർട്ടിക്കിളിനെ മാത്രമേ കടത്തിവിടുള്ളൂ, സൊല്യൂട്ട് പാർട്ടിക്കിളിനെ കടത്തിവിടില്ല. കാരണം സോൾവെന്റ് എന്ന് പറയുമ്പോൾ സ്മോളർ ഇൻ സൈസ് ആണ്. അപ്പൊ സോൾവെന്റിനെ മാത്രമേ കടത്തിവിടുള്ളൂ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ റീജിയൻ ടു ലോവർ കോൺസെൻട്രേഷൻ റീജിയൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഡിഫ്യൂഷനും ഓസ്മോസിസും തമ്മിൽ. അപ്പൊ ഡിഫ്യൂഷനും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്, അതായത് ഇവിടെ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൊല്യൂട്ടും സോൾവെന്റും മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ സെമി പെർമിയബിൾ മെമ്പറൈൻ, ഡിഫ്യൂഷന്റെ കേസിൽ സെമി പെർമിയബിൾ മെമ്പറൈൻ ഇല്ല. ഓക്കെ, ഇവിടെ സൊല്യൂട്ടും സോൾവെന്റും മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ ആണെങ്കിൽ അത് ഈ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോ കോൺസെൻട്രേഷനിലേക്ക് പോകും. ഇനി സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ ആണെങ്കിൽ, ഇവിടെയാണ് കൂടുതലെങ്കിൽ അത് സോൾവെന്റ് എവിടെ നിന്ന് വരും? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും അത് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് വരും. ഓക്കെ, അപ്പൊ എവിടെയാണോ സൊല്യൂട്ട് അല്ലെങ്കിൽ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ അവിടെ നിന്ന് അത് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകും. അതാണ് ഡിഫ്യൂഷൻ. അപ്പൊ കൺഫ്യൂഷൻ വരരുത്. ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സോൾവെന്റ് പാർട്ടിക്കിൾ മാത്രമേ ഇവിടെ മൂവ് ചെയ്യുള്ളൂ ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. അപ്പൊ നമ്മളിപ്പോ ഓസ്മോസിസ് എന്താണെന്ന് കണ്ടു. ഇത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ ദാറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. നമ്മളിവിടെ ഒരു സോൾവെന്റും ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ സൈഡില് നമ്മൾ സോൾവെന്റ് ആണ്, ഈ സൈഡില് സൊല്യൂഷൻ. അപ്പൊ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സോൾവെന്റും സൊല്യൂഷനും സെമി പെർമിയബിൾ മെമ്പറൈൻ വെച്ചിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ഒരു പ്യൂർ സോൾവെന്റും സൊല്യൂഷനും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് സെപ്പറേറ്റ് ചെയ്യുന്നത് സെമി പെർമിയബിൾ മെമ്പറൈൻ വെച്ചിട്ട്. അപ്പൊ ഈ സെമി പെർമിയബിൾ മെമ്പറൈൻ നമ്മുടെ സോൾവെന്റ് മോളിക്യൂളിനെ മാത്രമേ കടത്തിവിടുള്ളൂ, സൊല്യൂട്ടിനെ കടത്തിവിടത്തില്ല. അപ്പൊ നമ്മുടെ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും കൂടുതൽ? പ്യൂർ സോൾവെന്റില് അല്ലെ? സൊല്യൂഷനിലേക്കാളും കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെയാണ്? പ്യൂർ സോൾവെന്റില്. അപ്പൊ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സോൾവെന്റ് മോളിക്യൂൾ മൂവ് ചെയ്യുന്നു ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. അപ്പൊ ഇവിടെ നമ്മുടെ ഈ സോൾവെന്റ് പ്യൂർ സോൾവെന്റിൽ നിന്നും എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? സൊല്യൂഷന്റെ ആ ഒരു പോർഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് ത്രൂ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലോ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഈ സോൾവെന്റിന്റെ ഈ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഈ സൊല്യൂഷന്റെ പാർട്ടിൽ ഒരു ഇച്ചിരി പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ മൂവ്മെന്റ്, ഈ ഫ്ലോ ജസ്റ്റ് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഈ പ്രഷറിനെയാണ് നമ്മൾ പറയാ ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പൈ. ഓക്കെ, പൈ ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? മൊളാരിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മൊളാരിറ്റി ആണ്. അപ്പൊ നമ്മൾ ഇതിക്ക് മുമ്പ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, അതുപോലെ ഡിപ്രഷൻ, ഫ്രീസിംഗ് പോയിന്റ്, അതെല്ലാം മൊളാരിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരുന്നു. അപ്പൊ മൊളാരിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി. സി എന്ന് പറയുന്നത് എന്താണ്? മൊളാരിറ്റി. ആർ എന്ന് പറഞ്ഞ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് സി എന്ന് പറയുന്ന മൊളാരിറ്റി ആണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് N2 by V
RT എന്ന് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ബി ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് കിട്ടും πV = N2 × RT. ഇനി നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, N2 പകരം W2/M2 RT എന്ന് എഴുതാം. ഓക്കെ, നമുക്കിപ്പോ N2 = 1 W2 RT by πV. ഓക്കെ, അപ്പൊ ഇത് നമ്മള് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓസ്മോട്ടിക് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? മൊളാരിറ്റിനെയാണ്. അപ്പൊ ഈ മൊളാരിറ്റി നമ്മൾ നേരത്തെ ഇരിക്കുമ്പോൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. കാരണം മൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അപ്പൊ വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയുന്നു. നമുക്ക് ഈ ഓസ്മോട്ടിക് പ്രഷർ വെച്ച് കുറച്ച് കോൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഐസോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. അപ്പൊ എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കയ്യില് 2 സൊല്യൂഷൻസ് ഉണ്ട്. അതിന്റെ ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണെങ്കിൽ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ നമ്മൾ അതിനെ പറയും ഐസോട്ടോണിക് സൊല്യൂഷൻ. അപ്പൊ ഈ ഐസോട്ടോണിക് സൊല്യൂഷൻ നമ്മൾ ഇവിടെ ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടിന്റെ ഇടയിൽ ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ് നടക്കില്ല. കാരണം ഇവരുടെ ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സൊല്യൂഷനാണ് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓസ്മോസിസ് നടക്കണമെങ്കിൽ എന്താണ്? അവിടെ കോൺസെൻട്രേഷന്റെ ഡിഫറൻസ് ഇവിടെ വരണം. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണ്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ IV ഫ്ലൂയിഡ് അല്ലെങ്കിൽ നമ്മളെ സലൈൻ സൊല്യൂഷൻ. ഇപ്പൊ നമുക്കൊക്കെ പല അസുഖങ്ങൾ അല്ലെങ്കിൽ പനി, വോമിറ്റിംഗ് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അഡ്മിറ്റ് ആവും. അപ്പം നമുക്ക് അവര് IV ഫ്ലൂയിഡ് തരും. ഓക്കെ, സലൈൻ വാട്ടർ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അപ്പൊ ഈ സലൈൻ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? 0.9% ഓഫ് മാസ് ബൈ വോളിയം ഓഫ് സോഡിയം ക്ലോറൈഡ്. അതിനാണ് ഈ സലൈൻ വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 0.9% ഓഫ് NaCl സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓസ്മോട്ടിക് പ്രഷറും നമ്മുടെ നമ്മുടെ ബ്ലഡിലുള്ള ഫ്ലൂയിഡ്, ബ്ലഡ് സെൽസിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്, അതിന്റെ ഓസ്മോട്ടിക് പ്രഷറും ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഫ്ലൂയിഡ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റുക. ഓക്കെ, അപ്പൊ ഇവിടെ ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുന്നില്ല. അപ്പൊ ഈ 0.9% NaCl സൊല്യൂഷൻ ആണ് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അഥവാ ഇനിയിപ്പോ നമ്മള് 0.9%-നേക്കാളും കൂടുതൽ പെർസെന്റേജ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മുടെ ശരീരത്തേക്ക് കയറ്റിയാൽ നമുക്ക് എന്താ സംഭവിക്കുക? അപ്പൊ അവിടെ 0.9%-നേക്കാളും കൂടുതൽ NaCl എന്ന് പറയുമ്പോൾ അവിടെ NaCl അതായത് സൊല്യൂട്ടിന്റെ എമൗണ്ട് അവിടെ കൂടുതലാണ്. അപ്പൊ സൊല്യൂട്ടിന്റെ എമൗണ്ട് കൂടുതൽ എന്ന് പറയുമ്പോൾ അവിടെ സോൾവെന്റിന്റെ എമൗണ്ട് കുറയുന്നു. അപ്പൊ എന്താണ്? നമ്മുടെ കോൺസെൻട്രേഷൻ, സോൾവെന്റിന്റെ കോൺസെൻട്രേഷനിൽ ഡിഫറൻസ് വരുന്നു. അതായത് നമ്മുടെ ബ്ലഡ് സെല്ലിലെ സോൾവെന്റ് കോൺസെൻട്രേഷൻ ആൻഡ് ദിസ് സലൈൻ വാട്ടർ, അതിന്റെ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ ഡിഫറൻസ് വരുന്നു. ഇപ്പൊ ഇവിടെ നമ്മുടെ സലൈൻ വാട്ടറിൽ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പൊ നമ്മുടെ എന്താണ്? ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് നമ്മുടെ സോൾവെന്റ് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ബ്ലഡ് സെല്ലിൽ നിന്നും ബ്ലഡ് സെല്ലിൽ നിന്നും വാട്ടർ പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ബ്ലഡ് സെല്ലിൽ നിന്നും ഫ്ലൂയിഡ് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് സെല്ല് ഷ്രിങ്ക് ആവും. ഓക്കെ, അപ്പൊ 0.9%-നേക്കാളും കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മുടെ ശരീരത്തിൽ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിന് ഡേഞ്ചറസ് ആണ്. കാരണം നമ്മുടെ ബോഡിയിൽ നിന്നും വാട്ടർ പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷനാണ് നമ്മൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്ലഡ് സെല്ലിൽ നിന്നും വാട്ടർ പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലഡ് സെല്ല് ഷ്രിങ്ക് ആവും. അത് നമുക്ക് ഹാനികരമാണ്. ഓക്കെ, ഡേഞ്ചറസ് ആണ് അത് നമുക്ക്. ഇനി നമ്മള് ഇതിനേക്കാളും കുറവ് കോൺസെൻട്രേഷൻ NaCl എടുക്കുകയെന്ന് വെച്ചോ, 0.9%-നേക്കാളും കുറവ്, ലെസ് ദാൻ എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പൊ ഇവിടെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്തായി? കുറഞ്ഞു. അതായത് സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടി. അപ്പൊ നമ്മുടെ ബ്ലഡ് സെല്ലിലെ ഫ്ലൂയിഡിനേക്കാളും കോൺസെൻട്രേഷൻ എവിടെ കൂടി? ഇവിടെ കൂടി, സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ. അപ്പൊ എന്താ സംഭവിക്കുക? ഓസ്മോസിസ് പ്രകാരം ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും. അതായത് പുറത്തു നിന്നും നമ്മുടെ ബ്ലഡ് സെല്ലിന്റെ അകത്തേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? അപ്പൊ നമ്മുടെ ബ്ലഡ് സെല്ല് ഇങ്ങനെ സ്വെല്ലപ്പ് ചെയ്യും. അതും നമ്മുടെ ബോഡിക്ക് ഡേഞ്ചറസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷനാണ് നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിക്ക് നമുക്ക് ഹാർംഫുൾ അല്ലാത്ത കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ 0.9% NaCl ആണ് നമ്മൾ IV ഫ്ലൂയിഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റുന്നത്. ഓക്കെ, കാരണം
ഇതിന്റെ ഓസ്മോട്ടിക് പ്രഷറും നമ്മുടെ ബ്ലഡ് സെല്ലിലെ ഓസ്മോട്ടിക് പ്രഷറും ഈക്വൽ ആണ്. അതായത് അത് ഐസോട്ടോണിക് സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിൽ കുറവ് വന്നാലും കൂടുതൽ വന്നാലും അത് രണ്ടും നമുക്ക് ഡേഞ്ചറസ് ആണ്. അടുത്ത ഒന്നാണ് റിവേഴ്സ് ഓസ്മോസിസ്, അതായത് RO. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാട്ടർ പ്യൂരിഫയറുള്ളവർക്കൊക്കെ അറിയാം. റിവേഴ്സ് ഓസ്മോസിസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഓസ്മോസിസ് എന്താണെന്ന് അറിയാം, ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ എന്തായിരുന്നു? ദ പ്രഷർ ദാറ്റ് വി അപ്ലൈഡ് ജസ്റ്റ് ടു സ്റ്റോപ്പ് ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ്. അതിനെയായിരുന്നു നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. നമ്മുടെ ആ സോൾവെന്റിന്റെ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഒരു സോൾവെന്റ് എടുത്തു, ഈ സൈഡിൽ സൊല്യൂഷൻ ആണ്. അപ്പൊ കോൺസെൻട്രേഷൻ കൂടുതൽ, സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഉള്ളത് ഈ പ്യൂർ സോൾവെന്റിലാണ്. അപ്പൊ അത് സോൾവെന്റ് എന്താ ചെയ്യാ, ഈ പ്യൂർ സോൾവെന്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മള് ഈ സൊല്യൂഷന്റെ ഈ പോർഷനിൽ നമ്മൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതാണ്, അപ്പൊ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ ഈ പ്രോസസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് ഈ പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കുറച്ചും കൂടെ പ്രഷർ നമ്മുടെ ഈ ഭാഗത്ത്, ഈ സൊല്യൂഷന്റെ ഭാഗത്ത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, സൊല്യൂഷനിൽ നിന്നും ഈ സോൾവെന്റ് എങ്ങോട്ട് പോകുന്നു, ഈ പ്യൂർ സോൾവെന്റിന്റെ റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, സൊല്യൂഷൻ പാർട്ടിൽ നിന്നും സോൾവെന്റ് പാർട്ടിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷനിലാണ്. നമ്മളിപ്പോ സീ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് സീ വാട്ടർ നമ്മൾ എടുത്തു. സീ വാട്ടർ എന്ന് പറയുമ്പോൾ അത് സൊല്യൂഷൻ ആണ്, അതില് സോൾട്ട് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സോൾവെന്റ് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ നമ്മളവിടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സോൾവെന്റ് എന്ത് ചെയ്യും, സൊല്യൂഷൻ പാർട്ടിൽ നിന്നും നമ്മുടെ പ്യൂർ സോൾവെന്റ് പാർട്ടിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് സീ വാട്ടറിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഒരു ഓസ്മോട്ടിക് പ്രഷർ റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം നോക്കാം. 200 centimeter cube of an aqueous solution of a protein contain 1.26 gram of the protein. The osmotic pressure of such a solution at 300 Kelvin is found to be 2.57 into 10⁻³ bar. Calculate the molar mass of the protein. അപ്പൊ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മോളാർ മാസ് ആണ് പ്രോട്ടീന്റെ. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സൊല്യൂട്ട് ആണ്, അതായത് M2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സൊല്യൂട്ടിന്റെ മാസ് എന്നുണ്ട്, ദാറ്റ് ഈസ് W2. അതായത് 1.26 ഗ്രാം തന്നിട്ടുണ്ട് പ്രോട്ടീൻ. ഇനി പിന്നെ തന്നിരിക്കുന്നത് നമുക്ക് വോളിയം, സൊല്യൂഷന്റെ വോളിയം ആണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് 200 centimeter cube. അപ്പൊ നമ്മൾ അതിനെ ലിറ്ററിലായിട്ട് കൺവേർട്ട് ചെയ്യാം, 0.2 ലിറ്റർ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് പിന്നെ തന്നിരിക്കുന്നത് ടെമ്പറേച്ചർ ആണ്, ദാറ്റ് ഈസ് 300 Kelvin. ഓസ്മോട്ടിക് പ്രഷർ അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2.57 into 10⁻³ ബാർ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആറിന്റെ വാല്യൂ നമുക്ക് അറിയാം, അത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ വാല്യൂ 0.083 ലിറ്റർ ബാർ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് എന്നുള്ളതാണ് അതിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, മോളാർ മാസ് ആണ്, നമ്മുടെ പ്രോട്ടീന്റെ മോളാർ മാസ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം, പൈ ഈസ് ഈക്വൽ ടു വാട്ട്, CRT. അപ്പൊ ഈ C എന്ന് പറയുന്നത് എന്താണ്, മൊളാരിറ്റി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്, N2 ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഇൻറ്റു RT. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, മാസ് ബൈ മോളാർ മാസ് RT ബൈ V നമുക്ക് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് M2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ M2 ഈസ് ഈക്വൽ ടു വാട്ട്, W2 RT ബൈ പൈ V നമുക്ക് കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ വാല്യൂസ് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 61,022 ഗ്രാം പെർ മോൾ ആണ് നമ്മുടെ പ്രോട്ടീന്റെ മോളാർ മാസ്. അപ്പൊ ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ. നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇവിടെ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.